അങ്ങനെ വിജയ കിരീടം അനുമോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ PR ആയ അല്ലെങ്കിൽ വീട്ടമ്മമാർ PR ആയി വന്ന് ദാ അനുമോളെ വിജയിപ്പിച്ച് അനുമോള് വിജയ കിരീടം ചൂടിയ സുദിന നിമിഷമാണ് കേട്ടോ അല്പസമയം മുമ്പ് കഴിഞ്ഞത്. PR കൊണ്ട് വന്നതാണ്, 16 ലക്ഷം കൊടുത്തു വന്നതാണ് എന്നൊക്കെ പലരും പറഞ്ഞതിൻ്റെ അടിയിൽ വരുമായിരിക്കും. സാരമില്ല, പറഞ്ഞോളൂ, കരഞ്ഞു തീർക്ക്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ആ കുട്ടി കഷ്ടപ്പെട്ട് 100 ദിവസം തൻ്റെ നേർക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ ഇമോഷൻസും പ്രേക്ഷകരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്ത് പ്രേക്ഷകർ ഏറ്റെടുത്ത് പ്രേക്ഷകരുടെ ഓരോ വോട്ടും വാങ്ങി വിജയിച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്, ഒരു അയൽ ലേഡി എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ഈ ബിഗ് ബോസ് സീസൺ 7 കിരീടം ചൂടാൻ ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 100 ദിവസത്തെ കാത്തിരിപ്പ്, സീസൺ 7 വിന്നർ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നമുക്കറിയായിരുന്നു ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും വിന്നർ ആവാന്നുള്ളത്, ഏകദേശം നമുക്ക് അറിയായിരുന്നല്ലേ. കാരണം ഈ സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഇവരാണ്. നിവിനും അത്തരത്തിൽ തന്നെയാണ് കേട്ടോ, നിവിനെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്നാൽ ഒരു വിജയി, ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു വിജയല്ലേ ഉണ്ടാവുള്ളൂ. ആ വിജയം ആരാണെന്നുള്ളത് ജനമനസ്സുകളിൽ ഒരു ഇമോഷൻ കണക്റ്റ് ആവണം. പ്രേക്ഷകരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ എത്രത്തോളം ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നോ അവരായിരിക്കും വിജയമായിട്ട് വരിക. ഒരാളും പിന്നിലല്ലെന്നേ ഞാൻ പറയുള്ളൂ ഈ കാര്യത്തിൽ. ഇപ്പോൾ അനുമോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും നിവിൻ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും പ്രേക്ഷകരായിട്ട് ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. എന്നാൽ ഒരാൾ മാത്രമല്ലേ കപ്പ് ഉയർത്തുള്ളൂ. അതിൽ ചരിത്രമായി അനുമോൾ മാറിക്കഴിഞ്ഞു. അനുമോൾക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുമോളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്തേ, നമ്മൾ ഈ പറഞ്ഞ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ ഒരു കോമ്പറ്റീഷൻ അല്ലേ, അപ്പോൾ നമുക്കറിയാലോ ആരാണ് ജെനുവിനായിട്ട് കളിക്കുന്നത്, ആരാണ് വിന്നർ ആവാൻ സാധ്യത. വിന്നേഴ്സിന് നമുക്ക് വെറുതെ ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടണം. പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അവരില്ലാണ്ട് സീസൺ 7 എന്നല്ല ഒരു സീസണിലും കപ്പടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആര് കപ്പ് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത്, ആരാണ് നന്നായി കളിക്കുന്നതെന്ന്. ആ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വരുന്നു, അപ്പോൾ അവർക്ക് കപ്പടിക്കും. അത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമണറായി വന്നിട്ട്, അനീഷിനെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അല്ലേ. ചില TV ഷോയിലൊക്കെ പണ്ട് വന്നിട്ടുണ്ട്, അതിപ്പോഴാണ് ആ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത്. എന്നാൽ കോമണറായി വന്നിട്ട് അനീഷ് ഇത്രത്തോളം എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീഷിൻ്റെ ഗെയിം തന്നെയാണ്, അടിപൊളി ഗെയിമർ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗെയിം അല്ലേ, ഒരാളല്ലേ വിന്നർ ഉണ്ടാവുള്ളൂ. നിവിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നിവിന്. എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷം. ഈ വിന്നർ ഈ ഒരു യാത്രയിൽ 100 ദിവസത്തെ യാത്രയല്ല എൻ്റെ കൂടെ നിന്ന, നമ്മുടെ ഈ ബിഗ് ബോസ് കുടുംബാംഗങ്ങളുടെ കൂടെ നിന്ന എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. എന്തായാലും നമ്മൾ വിജയിച്ചിരിക്കുന്നു. എന്താ പറയുക, ഇതിൽ കുറേ പേര് എന്നോട് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. താഴത്ത് അനീഷ് വിജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുഖമൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ അല്ലേ, അങ്ങനെ എടുത്താൽ മതി. ആരും വിഷമിക്കേണ്ട. അനീഷും വിന്നർ തന്നെയാണ്, നമ്മുടെയൊക്കെ മനസ്സിൽ അനീഷും വിന്നർ തന്നെയാണ്. എന്നാൽ കപ്പ് ഉയർത്തുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അത് അനുമോള് കപ്പ് ഉയർത്തി. അത്രയും നല്ലൊരു ഗെയിമറാണ് അനുമോൾ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിൽ അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകർ കൊടുത്ത റിസൾട്ടാണത്. തീർച്ചയായിട്ടും അനുമോൾക്ക് മാത്രമല്ല, അവിടെ മത്സരിച്ച എല്ലാ കണ്ടസ്റ്റൻസിനും 26 കണ്ടസ്റ്റൻസിനും ടോപ്പ് 5-ലെത്തിയ 5 കണ്ടസ്റ്റൻസിനും വിന്നറായ അനുമോൾക്കും ഒരുപാട് ആശംസകൾ. അവർ ലൈഫിൽ മുന്നോട്ട് നല്ലത് തന്നെ വരട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത, ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യത്തെ ചാനലിൽ ചെറിയ പ്രശ്നമൊക്കെ പറ്റി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ കൂടെ നിന്ന് എന്നെ ഇപ്പോൾ പഴയ ചാനൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കൊണ്ടുപോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി പറയുന്നു എല്ലാവരോടും.